കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പലതരത്തിലുമുള്ള അട്ടിമറികൾ പല രീതിയിൽ പല പാർട്ടികളിലും സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പലരും പല പാർട്ടികളിലും പുതുതായിട്ട് ചേരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ, അതായത് ഒരു ചാനൽ കൊടുത്ത ന്യൂസാണ്, ഞാനതൊന്ന് വായിക്കാൻ മതി. അഖിൽ മാരാറിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതായത് ബിഗ് ബോസ് സീസൺ 5 വിജയിയായിരുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അതുമാത്രമല്ല, പുള്ളിക്കാരൻ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും കുറേയധികം കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അഖിൽ മാരാർ. സോ അഖിൽ മാരാർക്ക് നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. അഖിൽ മാരാറെ ഇഷ്ടമുള്ളവരുമുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഈ അഖിൽ മാരാറെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊട്ടാരക്കര ന്യൂസ് ചാനലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം അഖിൽ മാരാർ 2020 കൊല്ലത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാ സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ NDA ഘടകകക്ഷിയായിട്ടുള്ള 2020 പാർട്ടിയിൽ ചേരുമെന്ന് സൂചന. 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. രാഷ്ട്രീയ പ്രവേശനം വരുന്ന തിരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിക്കാനെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൊല്ലം ജില്ലക്കാരനായ അഖിൽ മാരാറിന് വേണ്ടി 2020 പാർട്ടി കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് ആവശ്യപ്പെട്ടേക്കും. കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം എന്നീ മണ്ഡലങ്ങൾ ആണ് ആവശ്യപ്പെടുന്നതെന്നാണ് വിവരം. ഇതാണ് കൊട്ടാരക്കര ന്യൂസ് ചാനൽ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു വാർത്ത കണ്ടതാണ്. അതായത് റോബിൻ ഒരു പോസ്റ്റ്, അതായത് ബിഗ് ബോസ് താരമായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു, രാജീവ് ചന്ദ്രശേഖറുമൊത്ത് നിൽക്കുന്ന. അതിനുശേഷം പിന്നെ റോബിനെ സംഖ്യയാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ടോട്ടലി. റോബിൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു, ഞാൻ സംഖ്യയാണ് എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ഇത് അഖിൽ മാരാർ, അടുത്ത ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർക്ക് കൂടി സംഖ്യപ്പട്ടം കൊടുക്കുന്ന തരത്തിൽ, അതായത് ഓൾറെഡി അഖിൽ മാരാരെ സംഖ്യയെന്നും കൊങ്ങിയെന്നും ഒക്കെ തന്നെ പല രീതിയിൽ പലരും വിളിക്കുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലി സംഖ്യപ്പട്ടം കൊടുക്കുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങളുടെ പോക്കെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ്. അതായത് ഇപ്പോൾ 2020 ചേർന്നാൽ പോലും 2020 എന്ന് പറയുന്നത് NDAയുടെ ഘടകകക്ഷിയാണ്. അതായത് BJPയുടെ ഘടകകക്ഷി തന്നെയാണ് ഈ പറയുന്ന 2020 എന്ന് പറയുന്ന പാർട്ടി. അതായത് 2020 NDAയിലേക്ക് ലയിച്ചിരിക്കുന്നു, NDAയിലേക്ക് ചേർന്നിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെയും 2020യിലേക്ക് ചേർന്നാൽ തന്നെയും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി BJPയുടെ അല്ലെങ്കിൽ NDAയിലെ ഒരു വ്യക്തിയായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് മാത്രമല്ല, ചേരുന്നു എന്ന് മാത്രമല്ല, കൊല്ലത്തേക്ക് മത്സരിക്കാനായിട്ടുള്ള ഒരു നീക്കവും 2020യിലൂടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് അഖിൽ മാരാർ സ്ഥാനാർത്ഥിയായിട്ട് വരുമോ? 2020യിൽ അഖിൽ മാരാർ ഉടൻ തന്നെ ചേരുമോ? കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല വാർത്തകളും ഇതിനു മുന്നേ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നൊക്കെ തന്നെയും. അവസാന നിമിഷം കോൺഗ്രസിൽ സീറ്റ് കിട്ടാതായപ്പോഴാണോ ഈ ഒരു നിലപാടിലേക്ക് അഖിൽ മാരാർ എത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതലും സംസാരിച്ചിരുന്ന അഖിൽ മാരാർ ഇങ്ങനെ ഒരു ഡിസിഷൻ അവസാന നിമിഷം എടുക്കുകയാണെങ്കിൽ അത് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമാണ്.